നമ്മുടെ ഹോസ്പിറ്റലിലെ ഒ പിയിൽ, ഐ പിയിൽ, ഐ സിയുലൊക്കെ ചിലപ്പോൾ ഒരേ ട്രീറ്റ്മെൻറ്റിന് ഡിഫറെൻറ്റ് റേറ്റുകൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. പേഷ്യൻറ്റിന് അതിനെക്കുറിച്ച് അവെയർ ആയിക്കൊള്ളണമെന്നില്ല. ഒരു ട്രീറ്റ്മെൻറ്റ് ഒ പിയിൽ കിട്ടിയ ചാർജല്ല ഐ സിയിൽ കിട്ടുന്നതെന്ന് കാണുമ്പോൾ അവിടെ നമ്മൾ കൊടുക്കുന്ന കെയറിൻ്റെ സിവിയറിറ്റി അനുസരിച്ച് അതിനെടുക്കുന്ന എഫേർട്ടിന് വ്യത്യാസം ഉള്ളതുകൊണ്ട് അവിടെ അതിൻ്റെ പ്രൈസിങ്ങിന് ഡിഫറൻസ് ഉണ്ടാവും. ഡിഫറെൻറ്റ് താരിഫുകൾ ഡിഫറെൻറ്റ് കാരണങ്ങൾ കൊണ്ട് അപ്ലൈ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ പേഷ്യൻറ്റിന് ഒരു ട്രീറ്റ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് എത്ര ചെലവ് വരും, ഏതൊക്കെ താരിഫുകൾ അവൈലബിൾ ആണ് എന്നത് അറിയാനുള്ള റൈറ്റ് ഉണ്ട്. അത് നമുക്ക് നമ്മുടെ ഗ്രേപ്സിൽ എസ്റ്റിമേറ്റ് ബില്ലെന്ന് പറഞ്ഞ ഓപ്ഷൻ ഇതിനാണ് ഉപയോഗിക്കേണ്ടത്. അതിനകത്ത് യഥാർത്ഥത്തിൽ കൺസൾട്ടേഷനും ഇൻവെസ്റ്റിഗേഷനും പ്രൊസീജിയറും ഇതെല്ലാം ചേർന്ന ഒരു ലിസ്റ്റ് തന്നെ നമ്മൾ കൊടുക്കണം. എക്സാക്ട്ലി നമ്മൾ ഈ ഒരു എസ്റ്റിമേറ്റ് കൊടുക്കുമ്പോൾ അത് തന്നെ ആയിക്കൊള്ളണം നിർബന്ധമില്ല എന്ന് പേഷ്യൻറ്റിനും അറിയാം. നമ്മളെന്തിനാ വെറുതെ പേടിക്കുന്നത്? അതൊരു എസ്റ്റിമേറ്റ് അവർക്കൊരു അവയർനെസ് ഉണ്ടാകാൻ കൊടുക്കുന്നതാണെന്നറിയാം. സോ നമുക്ക് ഒരു റിട്ടേൺ എസ്റ്റിമേറ്റ് കൊടുക്കാനുള്ള സംവിധാനം ആൾറെഡി ഗ്രേപ്സിലുണ്ട്. അത് ഉപയോഗിച്ച് പേഷ്യൻറ്റിന് ഒരു ട്രീറ്റ്മെൻറ്റ് എസ്റ്റിമേറ്റ് ബില്ല് കൊടുക്കണം. അത് പേഷ്യൻറ്റിൻ്റെ റൈറ്റാണ്. ട്രീറ്റ്മെൻറ്റിന് എന്ത് ചിലവ് വരും, അല്ലെ എന്തൊക്കെ താരിഫാണ് ഈ ഹോസ്പിറ്റലുള്ളത്, ഏത് താരിഫ് ഞാൻ ചൂസ് ചെയ്താൽ എന്ത് ചിലവാണ് വരാൻ പോകുന്നതെന്ന് അറിയാനുള്ള റൈറ്റ് PRE 2I. പേഷ്യൻ്റ് ആൻഡ് ഫാമിലി റൈറ്റ്സ് ഇൻക്ലൂഡ് ഇൻഫർമേഷൻ ഓൺ ദ എക്സ്പെക്റ്റഡ് കോസ്റ്റ് ഓഫ് ദ ട്രീറ്റ്മെൻറ്റ്. അവരുടെ ട്രീറ്റ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട എക്സ്പെക്റ്റഡ് കോസ്റ്റ് അറിയാനുള്ള റൈറ്റ് അവർക്കുണ്ട്.